Good morning, students. In this video, we will study boundary value problems with linear dielectrics. This is a part of the chapter Dielectric Matter, Dielectric Electric Field in Dielectric Matter, the third chapter of the third semester BSc Physics, Calicut University. Let us begin with a problem. A metal sphere of radius A carries a charge capital Q. It is surrounded out to radius B by linear dielectric material of permittivity epsilon. Find the potential at the center. ഒരു മെറ്റൽ സ്പിയർ ഉണ്ട്, അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് എ ആണ്. ആ സ്പിയറിന് ചുറ്റും ബി റേഡിയസിൽ ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ സറൗണ്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ സ്പിയറിൻ്റെ സെൻറ്ററിലെ പൊട്ടൻഷ്യൽ എത്ര? അപ്പോൾ നമ്മൾക്ക് പൊട്ടൻഷ്യൽ വേണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വേണം. പക്ഷേ കണ്ടക്ടറിനുള്ളിൽ, മെറ്റലിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. കണ്ടക്ടറിൻ്റെ പുറത്ത് മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം, പുറത്ത് മാത്രമേ എന്തുള്ളൂ, ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇലക്ട്രിക് മീഡിയം ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഡി സിക്കൽ ടു ക്യൂ ബൈ 4πr². അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി സിക്കൽ ടു എപ്സിലോൺ 0e. അപ്പോൾ എപ്സിലോണും ഡിനോമിനേറ്ററിൽ എപ്സിലോണും ക്യാൻസൽ ആയാൽ ക്യൂ ബൈ 4πr² മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പുറത്ത് ഫോർ ഓൾ പോയിൻറ്റ്സ് ആർ ഗ്രേറ്റർ ദാൻ എ, അതായത് ഈ സ്പിയറിന് പുറത്തെ പോയിന്റുകളിൽ ഇതാണ് ഡയലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. കാരണം ഇതിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, മെറ്റൽ സ്പിയറിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, പോളറൈസേഷൻ ഇല്ല, ഡയലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റും ഇല്ല. ഇനി ഡി, പുറത്ത് ഡി നമുക്കറിയാമെങ്കിൽ നമുക്ക് ഇ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ സിക്വൽ ടു 4πε r² ബിറ്റ്വീൻ എ ആൻഡ് ബി. അതായത് ഡയലക്ട്രിക് മീഡിയം ഇരിക്കുന്ന ഭാഗത്ത് മാത്രം ഇത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. പക്ഷേ ഡയലക്ട്രിക് മീഡിയത്തിന് പുറത്ത്, ബി റേഡിയസിന് പുറത്താണെങ്കിൽ ക്യൂ ബൈ 4πε0r². അപ്പോൾ രണ്ട് റീജിയനായി നമ്മൾ തിരിച്ചു. ഒന്ന് ഈ സ്പിയർ അവസാനിക്കുന്നത് മുതൽ ഡയലക്ട്രിക് മീഡിയം വരെയുള്ള റീജിയൻ, അതായത് ബി മൈനസ് എ റേഡിയസ് ആയുള്ള റീജിയൻ, അതായത് എ മുതൽ ബി വരെയുള്ള റേഡിയസ് ഉള്ള റീജിയൻ, അവിടെ ഡയലക്ട്രിക് മീഡിയം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ റീജിയൻ എന്ന് പറയുന്നത് ഡയലക്ട്രിക് മീഡിയം അവസാനിക്കുന്നത് മുതൽ പുറത്തേക്കുള്ള റീജിയൻ, അവിടെ ε0 ആണ് പെർമിറ്റിവിറ്റി. അപ്പോൾ രണ്ട് സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് എടുത്തു. നമുക്കറിയാം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -∞ to 0 E.dl ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ രണ്ട് ഭാഗം ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഒന്നാമത്തെ ഭാഗത്തെ ഇലക്ട്രിക് ഫീൽഡ്, അതായത് പുറത്തെ റീജിയൻ, ബിക്ക് പുറത്തുള്ള സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് എഴുതുന്നു. അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ∞ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ബിയിൽ അവസാനിക്കുന്നു. രണ്ടാമത്തെ റീജിയൻ എന്ന് പറയുന്നത് ബിയിൽ ആരംഭിക്കുന്നു, എയിൽ അവസാനിക്കുന്നു. അപ്പോൾ മൈനസ് ഇൻ്റഗ്രൽ ദ എൻഡിങ് പോയിന്റ് ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് ഫാർ പോയിന്റ് ടു ദ ഫൈനൽ പോയിന്റ് ടു ദ ഇനിഷ്യൽ പോയിന്റ്. സോ -b to a q by 4πε r² dr. മൂന്നാമത്തെ റീജിയൻ എന്ന് പറയുന്നത് കണ്ടക്ടറിനുള്ളിലാണ്. സ്പിയറിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയതുകൊണ്ട് അവിടെ ഒരു പൊട്ടൻഷ്യൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ല. 1/r² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ -1/r ആവും. -1/rഉം ഈ മൈനസും പ്ലസ് ആയി. q by 4π പുറത്തെടുക്കാം. 1/ε0 1/b - 1/a വരും. 1/b - 1/a എന്ന് പറയുമ്പോൾ 1/∞ എന്ന് പറയുമ്പോൾ 0 ആയിപ്പോയി. അപ്പോൾ ഫസ്റ്റ് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ ടേമിൽ ഇതേമാതിരി പ്ലസ് ആയി പോകും. മൈനസും ഇവിടെ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു മൈനസും കൂടെ പ്ലസ് ആവും. ബാക്കി 1/r വരും. ആ 1/r ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ 1/a - 1/b വരും. പക്ഷേ 1/ε ആണ് വരിക. 1/ε a - 1/ε b ആണ് വരിക. മൂന്നാമത്തെ ടേം ഇവിടെ ഈ ടേം 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ. q by 4π 1/ε0b plus 1/ε a minus 1/ε b. Okay, as it turns out, it was not necessary for us to compute the polarization or the bound charge explicitly, though this can be done. നമുക്ക് പോളറൈസേഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ പോലും നമുക്ക് വേണമെങ്കിൽ പോളറൈസേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? ε0 e ε0 e യുടെ വാല്യൂ q by 4πε r². This is the polarization value of polarization in the dielectric medium. അങ്ങനെയാണെങ്കിൽ ബൗണ്ട് ചാർജ് ഡെൻസിറ്റി, പോളറൈസേഷൻ അറിയാമെങ്കിൽ -p del dot p എടുത്തു കഴിഞ്ഞാൽ
divergence of P is equal to 0, and sigma B, surface bound is a surface density is P dot N. P നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എപ്സിലോൺ 0 കൈ ക്യൂ ബൈ 4 പൈ എപ്സിലോൺ ആർ സ്ക്വയർ ആർ ക്യാപ് ഡോട്ട് എൻ എന്ന് പറയുമ്പോൾ യൂണിറ്റ് വെക്റ്റർ തമ്മിൽ ക്യാൻസൽ ആയി പോകും. ഡോട്ട് ആർ ക്യാപ് ഡോട്ട് എൻ ക്യാപ് 1 ആണ്. എപ്സിലോൺ 0 കൈ ക്യൂ ബൈ 4 പൈ എപ്സിലോൺ ബി സ്ക്വയർ അത് ഔട്ടർ സർഫസ്. ഇനി അത് ആർ ഡോട്ട് ആർ ക്യാപ് ഡോട്ട് എൻ ക്യാപ് -1 ആണ് ഇൻ ദ ഇന്നർ സർഫസ്. അപ്പോൾ രണ്ട് സ്ഥലത്തെയും, അതായത് രണ്ട് സർഫസിലെ, അതായത് ഇന്നർ സർഫസ് ഔട്ടർ സർഫസിലെയും ബൗണ്ട് സർഫസ് ചാർജ് ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ദ സർഫസ് ബൗണ്ട് ചാർജ് അറ്റ് എ ഇസ് നെഗറ്റീവ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇന്നർ സർഫസിലെ സർഫസ് ഡെൻസിറ്റി നെഗറ്റീവ് ആവാൻ കാരണം n പോയിന്റ്സ് ഔട്ട്വേർഡ്സ് വിത്ത് റെസ്പെക്ട് ടു ദ ഡയലക്ട്രിക്, വിച്ച് ഇസ് പ്ലസ് ആർ അറ്റ് ബി ആൻഡ് മൈനസ് ആർ അറ്റ് എ. അതായത് എൻ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്റർ ഡയറക്റ്റ് സർഫസ് നോർമൽ ഇൻ്റെ യൂണിറ്റ് വെക്റ്ററാണ്. ആർ എന്ന് പറയുന്നത് റേഡിയസ് വെക്റ്ററാണ്. സോ ബി എന്ന് പറയുന്ന സ്ഥലത്ത് പ്ലസ് ആർ ആണ്, എ എന്ന് പറയുന്ന സ്ഥലത്ത് മൈനസ് ആർ ആണ്. അതുകൊണ്ട് സൈനിൻ്റെ മാറ്റം ഉള്ളതുകൊണ്ട് ഇന്നർ സർഫസിൽ എന്തായിരിക്കും, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് വരുന്നു. അപ്പോൾ ബാക്കി മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണ്. ഇന്നർ സർഫസിൽ 4 പൈ എപ്സിലോൺ എ സ്ക്വയർ, അതായത് ഈ സർഫസിൽ എപ്സിലോൺ സ്ക്വയർ എ സ്ക്വയർ, അതേമാതിരി ഔട്ടർ സർഫസിൽ 4 പൈ എപ്സിലോൺ ബി സ്ക്വയർ. This is natural since the charge on the metal sphere attracts its opposite in all dielectric molecules. It is this layer of negative charge that reduces the field within the dielectric from 1 by 4 pi epsilon 0 r square q by r square to 1 by 4 pi epsilon q by r square. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജിൻ്റെ ലെയർ ആണ് എന്ത് ചെയ്യുന്നത്, reduces the field within the dielectric. ഡയലക്ട്രിക്കിനുള്ളിലെ ഇലക്ട്രിക് ഫീൽഡിനെ കുറയ്ക്കുന്നു. In this respect, a dielectric is rather than like an imperfect conductor. On a conducting shell, the induced surface charge should be such that, അപ്പോൾ ഒരു ഈ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്തതാണ് എന്ത് ചെയ്യുന്നത്, ഡയലക്ട്രിക്കിലെ ഇലക്ട്രിക് ഫീൽഡിനെ കുറയ്ക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഡയലക്ട്രിക്കിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിനോമിനേറ്ററിൽ എപ്സിലോൺ ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് അപ്പോൾ എപ്സിലോൺ കൂടുതലായതുകൊണ്ട്, എപ്സിലോൺ 0ക്കാൾ കൂടുതലായതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കുറവായിരിക്കും. അതേസമയം 1/4 പൈ എപ്സിലോൺ 0 എന്ന് പറയുന്നത് വാക്യൂത്തിലെ ഇലക്ട്രിക് ഫീൽഡാണ്, അത് കൂടുതലായിരിക്കും. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. യു മൈറ്റ് സപ്പോസ് ലീനിയർ ഡയലക്ട്രിക്സ് വുഡ് എസ്കേപ്പ് ദ ഡിഫക്റ്റ് ഇൻ ദ പാരലൽ ബിറ്റ്വീൻ ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദ ഡയലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. ബേസിക്കലി ഒരു ഡയലക്ട്രിക് മീഡിയത്തിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും ഡയലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റും എന്ത് ചെയ്യുന്നു, ലീനിയർ ഡയലക്ട്രിക്സിൻ്റെ കേസിൽ രണ്ടും പാരലലാണ്. പി ആൻഡ് ഡി ആർ പ്രൊപ്പോർഷണൽ ടു ഇ. പോളറൈസേഷനും ഡയലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റും ഇലക്ട്രിക് ഫീൽഡിന് പ്രൊപ്പോർഷനാണ്. Does it not follows that their curl must vanish? ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേൾ വാനിഷ് ചെയ്യുന്നത് പോലെ പിയുടെയും ഡിയുടെയും കേൾ വാനിഷ് ചെയ്യുമോ ഇല്ലേ, അതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ അത് വാനിഷ് ചെയ്യില്ല. അതായത് കേൾ ഓഫ് പി ആൻഡ് കേൾ ഓഫ് ഡി ഈസ് നോട്ട് 0, ബട്ട് കേൾ ഓഫ് ഇ ഈസ് 0 ഇൻ എ ഡയലക്ട്രിക്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് പി ഈസ് അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് that is along the boundary between one type of material and other need not be 0. ലൈൻ ഇൻ്റഗ്രൽ 0 ആയാൽ മാത്രമേ സ്റ്റോക്സ് തിയറം അനുസരിച്ച് കേൾ ഓഫ് എ വെക്റ്റർ ഇസ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ദ വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ 0 ആകാത്തത് കൊണ്ട് ഈവൻ ദോ ദ ഇൻ്റഗ്രൽ ഓഫ് ഇ അറൗണ്ട് ദ സെയിം ലൂപ്പ് മസ്റ്റ് ബി 0. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇ 0 ആണ്, പക്ഷേ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് പി 0 അല്ല. ദിസ് റീസൺ ഇസ് ദാറ്റ് ദ പ്രൊപ്പോർഷണാലിറ്റി ഫാക്ടർ ഈസ് ഡിഫറെൻറ്റ് ഓൺ ദ ടു സൈഡ്സ്. കാരണം ഒരു മീഡിയത്തിലെ കൈ ഇയും മറ്റേ മീഡിയത്തിലെ കൈ ഇയും രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഒരു ബൗണ്ടറി എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ വാക്യൂം ഡയലക്ട്രിക് ബൗണ്ടറി എടുത്തു കഴിഞ്ഞാൽ ആ ബൗണ്ടറി കൂടെ ഒരു കർവ് നമ്മൾ എടുത്താൽ ആ കർവിലെ പോളറൈസേഷൻ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. ബിക്കോസ് കൈ ഇ ഈസ് ഡിഫറെൻറ്റ് ഫോർ വാക്യൂം ആൻഡ് ഡയലക്ട്രിക്. ഫോർ ഇൻസ്റ്റൻസ്, അറ്റ് ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ എ പോളറൈസ്ഡ് ഡയലക്ട്രിക് ആൻഡ് വാക്യൂം, പി ഈസ് 0 ഓൺ വൺ സൈഡ് ബട്ട് നോട്ട് ഓൺ ദ അതർ. ഈ ഫിഗർ നോക്കിയാൽ ഈ വാക്യൂം മുകളിലും താഴെ ഡയലക്ട്രിക്കും ആയതുകൊണ്ട് ഇവിടെ വാക്യൂത്തിൽ പോളറൈസേഷൻ 0 ആണ്, ഡയലക്ട്രിക്കൽ പോളറൈസേഷൻ 0 അല്ല. അറൗണ്ട് ദിസ് ലൂപ്പ് പി ഡോട്ട് ഡി എൽ ഇസ് നോട്ട് 0 ആൻഡ് ഹെൻസ് ബൈ സ്റ്റോക്സ് തിയറം കേൾ ഓഫ് പി കനോട്ട് വാനിഷ് എവരിവെയർ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചോദ്യം ചോദിക്കാം, വൈ
curl of P is not 0. And how do you demonstrate that curl of P is not 0? So Stokes theorem ഉപയോഗിച്ച് P dot dl 0 അല്ലാത്തതുകൊണ്ട് നമുക്ക് curl of P 0 ആണ് എന്ന് പറയാൻ പറ്റില്ല. Curl of P is not 0. ഇനി del cross D യുടെ കേസ് എടുക്കാം. The space is entirely filled with homogeneous dielectric. Then this objection is void in this special circumstance. സ്പേസ് ഒരു ഉദാഹരണം പറഞ്ഞാൽ അഥവാ ഇഫ് ദ സ്പേസ് ഇസ് എൻറ്റയർലി ഫിൽഡ് വിത്ത് ഹോമോജീനിയസ് ലീനിയർ ഡയലക്ട്രിക് കൊണ്ട് ഫുള്ള് ഫിൽ ചെയ്തിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്താണ് ഡെൽ ക്രോസ് ഡി 0 ആണ്. അല്ലാതെ ബൗണ്ടറി രണ്ട് ഡിഫറെൻറ്റ് മീഡിയം ആണെങ്കിൽ ഡെൽ ക്രോസ് ഡി 0 അല്ല. സോ ഡി ക്യാൻ ബി ഫോൺ ഫ്രം ദ ഫ്രീ ചാർജ് ആസ് ദോ ദ ഡയലക്ട്രിക് വെയർ നോട്ട് ദെയർ. ഡയലക്ട്രിക് ഇല്ലെങ്കിൽ എങ്ങനെയാണ് എപ്സിലോൺ 0 ഇ ആണ് ഡയലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി മീഡിയം ആണെങ്കിൽ 1/ε ഡി ആണ്. ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്നും എന്താണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്? വെൻ ഓൾ ദ സ്പേസ് ഇസ് ഫിൽഡ് വിത്ത് ഹോമോജീനിയസ് ലീനിയർ ഡയലക്ട്രിക് ദ ഫീൽഡ് എവരിവെയർ ഇസ് സിംപ്ലി റെഡ്യൂസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് ഓർ 1/ε ആർ ഓർ ഡയലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പോൾ ഒരു സ്ഥലം മുഴുവനും ഒരേപോലത്തെ ഡയലക്ട്രിക് കൊണ്ട് ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് കുറയും. എത്ര കുറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്വത്തിൽ ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദ മീഡിയം. What medium? The linear dielectric medium. It is not necessary for the dielectric to fill all space. In regions where the electric field is 0 anyway, it can hardly matter whether the dielectric is present or not. So since there is no polarization in any event. വേറൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ if a free charge is embedded in a large dielectric, then the field it produces is 1/4πε q/r². And the force it exerts on the nearby charges is reduced accordingly. ഒരു വലിയ ഡയലക്ട്രിക്കിനുള്ളിൽ ഒരു ചാർജ് എംബഡ് ഉള്ളിൽ നമ്മൾ നിറക്കുകയാണെങ്കിൽ എംബഡ് ചെയ്യുക എന്ന് പറയും. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ദർ ഇസ് എനിത്തിങ് റോങ് ഇൻ ദ കുളംസ് ലാ. ചാർജ് അത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, അതിൻ്റെ സറൗണ്ടിങ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കുറയും. അതിൻ്റെ അർത്ഥം കുളംസ് ലാ തെറ്റാണെന്നല്ല. റാദർ ദ പോളറൈസേഷൻ ഓഫ് ദ മീഡിയം പാർഷ്യലി ഷീൽഡ്സ് ദ ചാർജ് ബൈ സറൗണ്ടിങ് ഇറ്റ് വിത്ത് എ ബൗണ്ട് ചാർജ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈൻ. കാരണം പോളറൈസേഷൻ കാരണമായി ആ മീഡിയത്തിലെ ചാർജുകൾ ഓപ്പോസിറ്റ് സൈനുള്ള ചാർജിനെ പ്രൊഡ്യൂസ് ചെയ്ത് ബൗണ്ട് ചാർജ് ഉണ്ടാക്കുന്നുണ്ട്. അത് ശരിക്കും നമ്മൾ എംബഡ് ചെയ്ത ചാർജിനെ കുറച്ച് ഷീൽഡ് ചെയ്യും, അതായത് മറയ്ക്കും. അതുകൊണ്ടാണ് ഫോഴ്സ് കുറയാൻ കാരണം. ഓക്കെ, ഒരു എക്സാമ്പിൾ വേറൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഒരു ക്രിസ്റ്റൽ ഒരു പാരലൽ പ്ലേറ്റിനുള്ളിൽ നമ്മളൊരു ഡയലക്ട്രിക് എടുക്കുകയാണെങ്കിൽ ഒരു ഡയലക്ട്രിക് ക്രിസ്റ്റൽ ദ ക്രിസ്റ്റൽ ഇസ് ജനറലി ഈസി ടു പോളറൈസ് ഇൻ സം ഡയറക്ഷൻസ് ദാൻ ഇൻ അതേഴ്സ്. ആൻഡ് ദിസ് ഇസ് റീപ്ലേസ്ഡ് ബൈ ദ ജനറൽ റിലേഷൻ. അതായത് ഇപ്പോൾ അനൈസോട്രോപ്പിക് ഡയലക്ട്രിക് മെറ്റീരിയൽ ആണെങ്കിൽ ഓരോ ഡയറക്ഷനിലും ഇപ്പോൾ എക്സ് ഡയറക്ഷൻ എടുത്താൽ തന്നെ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡയലക്ട്രിക് പെർമിറ്റിവിറ്റി സസെപ്റ്റബിലിറ്റി വാല്യൂസ് ഉണ്ടാവും. ഡയറക്റ്റ് സസെപ്റ്റബിലിറ്റി കാണും. അങ്ങനെയാണെങ്കിൽ ഒരു ഡയറക്ഷനിലെ പോളറൈസേഷൻ തന്നെ ഡിപ്പെൻഡ്സ് ഓൺ ദ 3 ഡിഫറെൻറ്റ് components of the dielectric susceptibility. This is called as polarizability, susceptibility tensor എന്ന് നമ്മൾ പറയും. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് ഒരു ഹോമോജീനിയസ് ലീനിയർ ഡയലക്ട്രിക് ആണെങ്കിൽ ആ മീഡിയത്തിലെ ബൗണ്ട് ചാർജ് ഡെൻസിറ്റി എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. പി എന്ന് പറയുന്നത് കൈ ഇ ആണ്, d/ε ആണ് ഇ. അപ്പോൾ മൈനസ് ഡെൽ ഡോട്ട് പി ഇസ് നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷനാണ്. പോളറൈസേഷൻ അറിയാമെങ്കിൽ ബൗണ്ട് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ബി ആണ്. അപ്പോൾ മൈനസ് ഡെൽ ഡോട്ട് പിയുടെ വാല്യൂ എന്താണ്? ε0 കൈ ഇ ഇ. ഇക്ക് പകരം d/ε ഉപയോഗിക്കുന്നു. ഇനി അവസാനം എപ്സിലോണിന് പകരം 1 പ്ലസ് കൈ ഇ ഉപയോഗിക്കുന്നു. സോ ദാറ്റ് വിൽ ബിക്കം 1 പ്ലസ് കൈ ഇ ഇൻറ്റു എപ്സിലോൺ 0 ക്യാൻസൽ ആവുന്നു. We'll get chi e by 1 plus chi e. So this is what the relation between bound density and the free charge density. Free charge is actually embedded in the material. Unless അഥവാ നമ്മൾ ഫ്രീ ചാർജ് എംബഡഡ് ചെയ്തിട്ടില്ലെങ്കിൽ റോ 0 ആയിരിക്കും, അതായത് ഈ റോ ഓഫ് 0 ആയിരിക്കും. ആൻഡ് എനി നെറ്റ് ചാർജ് മസ്റ്റ് റിസൈഡ് അറ്റ് ദ സർഫസ്. Within such a dielectric, then the potential obeys Laplace equation and all the machinery of chapter 3 carries over. It is convenient, however, to rewrite the boundary conditions in a way that makes reference only to free charge. So free charge density depend ചെയ്യുന്നു. ഫ്രീ ചാർജ് ഡെൻസിറ്റി 0 ആണെങ്കിൽ ബൗണ്ട് ചാർജ് ഡെൻസിറ്റി 0 ആയിരിക്കും. അപ്പോൾ
ഒരു സർഫസ്, ഒരു ബൗണ്ടറി നമ്മൾ എടുക്കുകയാണെങ്കിൽ, രണ്ട് മീഡിയം സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ആ ബൗണ്ടറിയുടെ ഡയലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു ഡയലക്ട്രിക് മീഡിയം ഉണ്ടെങ്കിൽ ആ ഡയലക്ട്രിക് മീഡിയത്തിൻ്റെ മുകളിലും താഴെയുമുള്ള, ബൗണ്ടറിക്ക് മുകളിലും താഴെയുള്ള ഡയലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് സബ്ട്രാക്ട് ചെയ്താൽ ദാറ്റ് വിൽ ബിക്കം സിഗ്മ എഫ് ആയിരിക്കും. അതേസമയത്ത് പാരലൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാരലൽ കമ്പോണൻറ്റ് ഓഫ് പോളറൈസേഷൻ മൈനസ് പാരലൽ കമ്പോണൻറ്റ് ഓഫ് പോളറൈസേഷൻ ബിലോ, എബോവ് ആൻഡ് ബിലോ. അപ്പോൾ മുകളിലത്തെ ഡയലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റും താഴത്തെ ഡയലക്ട്രിക് പാരലൽ കമ്പോണൻറ്റും സബ്ട്രാക്ട് ചെയ്താൽ മുകളിലത്തെ പാരലൽ പോളറൈസേഷൻ വെക്ടറും പാരലൽ കമ്പോണൻറ്റും താഴത്തെ പാരലൽ കമ്പോണൻറ്റും സബ്ട്രാക്ട് ചെയ്യുന്നത് തുല്യമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് കണ്ടിന്യൂസ് ആണ്. ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് മുകളിലും താഴെയും സെയിം ആണെങ്കിലും ഡയലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറും സെയിം അല്ല. ഇനി ഡിയുടെ വാല്യൂ എന്താണ്? എപ്സിലോൺ ഇ ആണ്. എപ്സിലോൺ എബോവ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് എബോവ് ആൻഡ് എപ്സിലോൺ ബിലോ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ബിലോ എന്ന് പറയുന്നത് സിഗ്മ എഫ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് സെയിം ആസ് ദിസ് ഇക്വേഷൻ. 4.26 നമ്മൾ റീറൈറ്റ് ചെയ്താണെങ്കിൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇയുടെ വാല്യൂ എന്താണ്? ഡോ വി ബൈ ഡോ ആർ. ഇവിടെ ഡോ വി ബൈ ഡോ എൻ എന്ന് പറയും. അപ്പോൾ ഈ കേസിൽ സിഗ്മ എഫ് 0 ആണെങ്കിൽ വി എബോവ് ഈസ് ഈക്വൽ ടു വി ബിലോ. So that means potential is continuous. Suppose if there is no free charge density. So that is the boundary condition in the case of zero free charge density. So we started from the equation d perpendicular above minus d perpendicular below is equal to sigma f, and we reached the equation v above is v below. That is, the potential is continuous across the boundary between two dielectric media. So the electric field above and below is not continuous. This is sigma. It is not the perpendicular or parallel current. It is just the total electric field. So from this equation, we know that what is the potential? V is equal to minus integral E dot dl. So accordingly, we just write the electric field potential is equal to minus integral E dot dl. Suppose if the path length shrinks to 0, that means if A and B are very close or the boundary is very narrow, then A and B shrinks and that becomes dl becomes 0. If dl becomes 0, right hand side becomes 0. So V above is equal to V below. So the potential is also continuous across any boundary. So the potential is continuous across any boundary where n is a unit vector perpendicular to the surface pointing from above to below to above. So thank you one and all.